Hello students, welcome to Sonus Learning World. ഇന്ന് നമ്മൾ ക്ലാസ് 12 കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി ചാപ്റ്ററിലെ എക്സസൈസ് 5.7 ക്വസ്റ്റ്യൻ നമ്പർ 11 മുതലാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 11ലേക്ക് പോകാം. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 11 എന്താണ്? y is equal to 5 cos x minus 3 sin x. Okay, and we have to prove that d square y by dx square plus y is equal to 0. Okay, അതായത് നമ്മൾ സെക്കൻഡ് ഡെറിവേറ്റീവ് എടുക്കുകയാണ്, അതായത് ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ എടുക്കുകയാണ്. എന്നിട്ട് പിന്നെ നമ്മൾ വൈ ആഡ് ചെയ്യണം. വൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്വസ്റ്റ്യൻ തന്നെയാണ്. വൈ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ എന്താണ്? 0 ആയിട്ട് കിട്ടണം. സോ ദാറ്റ് വി ഹാവ് ടു പ്രൂവ്. ഓക്കെ, സോ നമുക്ക് എന്താണ്? വൈ ഇസ് ഈക്വൽ ടു ഉണ്ട്. നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ആദ്യം എന്താണ്? ഡി വൈ ബൈ ഡി എക്സ് ആണ്. ഓക്കെ, സോ ഡി വൈ ബൈ ഡി എക്സ്. ഡി വൈ ബൈ ഡി എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 5 cos x ആണ്. കോസ് 5 അവിടെ തന്നെ ഉണ്ട്. കോസ് എക്സിന്റെ എന്താണ്? മൈനസ് സൈൻ എക്സ് ആണ്. സോ ഞാൻ മൈനസ് ഇവിടെ ഇട്ടു. സോ സൈൻ എക്സ് ഞാൻ ഇവിടെ അതേപോലെ എഴുതി. ഓക്കെ, മൈനസ് 3 കോസ് എക്സ് എന്ന് വരത്തില്ല, അതായത് സൈൻ എക്സിന്റെ കോസ് എക്സ് വരും. ഇനി നമുക്ക് എന്താണ്? ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ. ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇതിനെ വീണ്ടും നമ്മൾ എന്താ ഡിഫറൻഷിയേറ്റ് ചെയ്യാണ് വിത്ത് റെസ്പെക്ട് ടു എക്സ് തന്നെ. സോ മൈനസ് ഉണ്ട്, സോറി മൈനസ് 5 കോസ് എക്സ് എന്ന് വരും. cos x. Okay, so minus 3 into cos x ന്റെ വീണ്ടും ഒരു minus sin x എന്ന് വരും. Okay, so എന്താ ആൻസർ വരുന്നത്? minus 5 cos x plus 3 sin x. Okay, ഇതാണ് ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ. ഇനി നമുക്ക് എന്താണ്? ഇത് പ്രൂവ് ചെയ്യണം അല്ലെ? അപ്പൊ ആദ്യം എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ഫസ്റ്റ് നമ്മൾ ഇതെടുക്കുക, അതായത് minus 5 cos x plus 3 sin x. Okay, plus y എന്ന് പറയുമ്പോൾ പ്ലസ് നമ്മുടെ ക്വസ്റ്റ്യൻ ആണ് y, അതായത് 5 cos x. Okay, 5 cos x minus 3 sin x. Okay, സോ നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റും. ഓഫ് കോഴ്സ് നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റണം. ഓക്കെ, അതായത് ഇതും കൂടെ ക്യാൻസൽ ചെയ്യാം. മൈനസ് 5 cos എക്സും 5 cos എക്സും കൂടെ ക്യാൻസൽ ചെയ്യാം. ഓക്കെ, ഇനി 3 sin എക്സും മൈനസ് 3 sin എക്സും കൂടെ ക്യാൻസൽ ചെയ്യാം. Therefore ആൻസർ ഇസ് ഈക്വൽ ടു 0 അല്ലെ? അപ്പൊ നമുക്ക് ആൻസർ എന്താണ്? 0 കിട്ടി. നമുക്ക് അതാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഹെൻസ് പ്രൂവ്ഡ്. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്താണ്? y is equal to cos inverse x. പക്ഷെ നമ്മുടെ ക്വസ്റ്റ്യൻ ഫൈൻഡ് ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയറും കുഴപ്പമൊന്നുമില്ല, നമുക്ക് കാണാം. പക്ഷെ ഇവിടെ എന്താണ്? ഇൻ ടേംസ് ഓഫ് y എലോൺ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മുടെ ആൻസറിൽ എക്സ് വരരുത്, വൈയുടെ ടേംസ് മാത്രമേ വരാവുള്ളൂ. ഓക്കെ, സോ നമ്മളിപ്പോ ഇതിനെ ചെയ്തു കഴിഞ്ഞാൽ ഇപ്പൊ y is equal to cos inverse x ആണ്. y is equal to cos inverse x ആണ്. സോ നമ്മൾ dy by dx എടുക്കുകയാണ്. dy by dx എടുത്താലും എന്താണ്? മൈനസ് 1 ബൈ റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ. അതായത് വീണ്ടും ഇത് എക്സ് സ്ക്വയറിന്റെ ടേംസിലാണ് വന്നത്. ഇനി നമ്മൾ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ എടുത്താലും ഇതേ ആൻസർ തന്നെയാണ്. പക്ഷെ നമ്മൾ എന്താണ് ഇവിടെ കോഷ്യന്റ് ഉള്ളൊക്കെ അപ്ലൈ ചെയ്താലും നമ്മുടെ ആൻസർ എന്തായിരിക്കും? എപ്പോഴും ഇൻ ടേംസ് ഓഫ് എക്സ് സ്ക്വയറേ വരും. അപ്പൊ നമ്മൾ എങ്ങനെ ഇതിനെ മാറ്റാം? അതായത് ഇൻ ടേംസ് ഓഫ് വൈയില് വേണം നമുക്ക് ആൻസർ. ഓക്കെ, ഇപ്പൊ സോ നമ്മുടെ ക്വസ്റ്റ്യൻ നമ്മളൊരു ചെറിയ ചേഞ്ച് വരുത്തിയാൽ മതി. ഓക്കെ, അതായത് y is equal to cos inverse x ആണ് നമ്മുടെ ക്വസ്റ്റ്യൻ. y is equal to cos inverse x. ഓക്കെ, സോ ഇവിടെ നമുക്ക് ഇതിപ്പം നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? y ടേംസിലേക്ക് മാറ്റാൻ പോവാണ്. ഓക്കെ, നമുക്ക് ഈ x is equal to എന്ന് വരുമ്പോൾ ഇത് എങ്ങനെ വരും? x is equal to cos y എന്ന് എഴുതിക്കൂടെ? x is equal to cos y, അതായത് y is equal to cos inverse x അല്ലേ? അപ്പം എന്താണ് ഇവിടുത്തെ y എടുത്തു കഴിഞ്ഞാൽ y is equal to cos inverse x. അപ്പം x is equal to cos y. ഓക്കെ, നമ്മൾ ജസ്റ്റ് ഒരു ചേഞ്ച് വരുത്തി. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? നമുക്ക് വേണ്ടത് dy by dx ആണ് വേണ്ടത്. പക്ഷെ നമുക്ക് ഇവിടുത്തെ dy by dx കണ്ടുപിടിക്കാൻ പറ്റത്തില്ല, dx by dy കണ്ടുപിടിക്കാൻ പറ്റും അല്ലെ? ഇൻ ടേംസ് ഓഫ് y നമുക്ക് എന്താണ് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. മനസ്സിലായല്ലോ? കാരണം ഇവിടെ മുകളിൽ x ആണ്. ഓക്കെ, സോ ഇൻ ടേംസ് ഓഫ് y നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്തു. അതുപോലെ തന്നെ നമ്മൾ ഇവിടെ എന്താണ്? ഇൻ ടേംസ് ഓഫ് y നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ നമുക്ക് ഒരു ആൻസർ കിട്ടത്തുള്ളൂ. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു കോസ് y എന്താണ്? മൈനസ് സൈൻ y ആണല്ലോ. ഇനി നമുക്ക് വേണ്ടത് dx by dy ആണ്, പക്ഷെ നമുക്ക് വേണ്ടത് d square y by dx square ആണ്. അപ്പൊ നമ്മൾ
എന്താണ് ഇതിന്റെ റെസിപ്രോക്കൽ എഴുതാൻ പോരെ. അതായത് നമ്മൾ ആദ്യം dy by dx എന്ന് എഴുതുക. അതായത് റെസിപ്രോക്കൽ എടുത്തു. We are taking the reciprocal of this dx by dy. Okay, so we get dy by dx. Okay, so അപ്പം ഇവിടെ നമുക്ക് സൈനിന്റെ റെസിപ്രോക്കൽ എടുക്കുമ്പോൾ 1 by സൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്, കൊസീക് ആണ്. ഓക്കെ, ഒരു മൈനസ് ഉണ്ട്. സോ കൊസീക് y എന്ന് നമുക്ക് കിട്ടി. മനസ്സിലായല്ലോ? ഇപ്പോഴും നമ്മുടെ ആൻസർ എന്താണ്, ഇൻ ടേംസ് ഓഫ് y തന്നെയാണ് ഇരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ എന്തിനാണ് ഇങ്ങനെ ചെയ്തതെന്ന് ചോദിച്ചാൽ നമ്മുടെ ക്വസ്റ്റ്യൻ അത് പറഞ്ഞിട്ടുണ്ട്, വി ഹാവ് ടു ഫൈൻഡ് d square y by dx square in terms of y alone. ഓക്കെ, സോ നമ്മൾ എന്ത് ചെയ്തു, y is equal to cos inverse x നെ വെച്ച് നമ്മൾ കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, നമുക്ക് ആൻസർ ഇൻ ടേംസ് ഓഫ് x മാത്രമേ കിട്ടൂ. സോ ആദ്യത്തെ സ്റ്റെപ്പിൽ തന്നെ നമ്മൾ എന്താണ്, കോസ് y എന്ന് നമ്മൾ എഴുതിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, dx by dy കണ്ടു. കാരണം നമുക്ക് എന്താണ്, ഈ ഒരു സ്റ്റെപ്പിൽ dx by dy കാണാനാണ് നമുക്ക് എളുപ്പം അല്ലെ. അപ്പം കോസ് വൈയുടെ നമുക്ക് എന്താണ്, ഡയറക്റ്റ് നമുക്ക് സൈൻ വൈ എഴുതാം. അപ്പൊ നമ്മുടെ മനസ്സിൽ നമ്മൾ കണ്ടോണം നമുക്ക് റെസിപ്രോക്കൽ എടുക്കാമല്ലോ അടുത്ത സ്റ്റെപ്പിൽ. അങ്ങനെ നമ്മൾ റെസിപ്രോക്കൽ എടുത്തു. എന്തിനാ റെസിപ്രോക്കൽ എടുത്തത്, നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ d സ്ക്വയർ y by dx സ്ക്വയർ കാണണം, അതിനു വേണ്ടിയാണ് റെസിപ്രോക്കൽ എടുത്തത്. ഓക്കെ, സോ ഇനി നമുക്ക് എന്താണ് d സ്ക്വയർ y, അതായത് നമ്മൾ ഇതിനെ വീണ്ടും ഡിഫറൻഷിയേറ്റ് ചെയ്യാണ്. അതാണ് d സ്ക്വയർ y by dx സ്ക്വയർ എന്ന് പറയുന്നത് അല്ലെ. അപ്പം d സ്ക്വയർ y by dx സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇതിനെ നമ്മൾ വീണ്ടും എന്താണ്, നമ്മൾ എന്താ ചെയ്യാന്ന്, നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ഓക്കെ, സോ നമ്മൾ എന്താണ്, ഈക്വൽ ടു d by dx ഇൻ ടേംസ് ഓഫ് x ആണ് നമ്മൾ എന്താണ് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. കാരണം നമുക്ക് ഇവിടെ ഇൻ ടേംസ് ഓഫ് x ആണ് വേണ്ടത്. ഓക്കെ, സോ d by dx ഓഫ് മൈനസ് ഇവിടെ കിടക്കട്ടെ, കൊസീക് y. ഓക്കെ, d by dx ഓഫ് കൊസീക് y. ഇവിടെ ശ്രദ്ധിക്കുക, d by dx ആണ്. ഓക്കെ, സോ മൈനസ് ഉണ്ട്, d by dx ഓഫ് കൊസീക് x എന്താണ്, മൈനസ് കൊസീക് x കോട്ട് x ആണ്. ഇവിടെ കൊസീക് y ആണ്, സോ മൈനസ് കൊസീക് y കോട്ട് y. ഓക്കെ, സോ ഓൾറെഡി ഒരു മൈനസ് ഉണ്ട്, അപ്പം ഇവിടെ എന്തായാലും ഒരു മൈനസ് വരത്തില്ലേ, അപ്പൊ അതൊന്നും പോയി. ഓക്കെ, അപ്പൊ നമുക്ക് ആൻസർ കൊസീക് y കോട്ട് y ആണ്. പിന്നെന്താണ്, ഇൻ ടേംസ് ഓഫ് y ആണ് നമുക്ക് കിടക്കുന്നത്, വി ആർ ഡിഫറൻഷിയേറ്റിംഗ് ഇൻ ടേംസ് ഓഫ് x. അപ്പൊ ഒരു dy by dx കൂടെ എടുത്തില്ലേ, കാരണം ഇതിനുള്ളിൽ x വരുന്നത്, ഇവിടെ x ആണെങ്കിൽ ഇതിനുള്ളിൽ x അല്ലെങ്കിൽ നമ്മൾ എന്താണ്, ഇതേ ഡിവൈഡ് ബൈ dx എഴുതുക. ഓക്കെ, സോ നമ്മുടെ ആൻസർ dy, സോ ആൻസർ അല്ല, നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യണം, ഒരു dy by dx കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, സോ ദാറ്റ് ഈസ് ഈക്വൽ ടു കൊസീക് y കോട്ട് y ഇൻറ്റു dy by dx നമ്മൾ ഓൾറെഡി ഇവിടെ കണ്ടുവച്ചിട്ടുണ്ട് അല്ലെ. dy by dx എന്ന് വെച്ച് കഴിഞ്ഞാൽ മൈനസ് കൊസീക് y ആണ്. ഓക്കെ, സോ മൈനസ് കൊസീക് y നമ്മൾ എന്താണ് ഇവിടെ പ്ലേസിലേക്ക് നമുക്ക് ഒരു മൈനസ് കൊസീക് y ചേർത്തു. ഓക്കെ, സോ നമുക്ക് ഇവിടെ ഒരു മൈനസ് ഉണ്ട്, മൈനസ് അതുപോലെ ഇട്ട് കൊസീക് y രണ്ടും ഇട്ടുണ്ട്, സോ കൊസീക് സ്ക്വയർ y. ഓക്കെ, മൈനസ് കൊസീക് സ്ക്വയർ y കോട്ട് y അതുപോലെ എഴുതി. സോ ഇതാണ് നമ്മുടെ d സ്ക്വയർ y by dx സ്ക്വയർ. എന്താണ് നമുക്ക് ഇൻ ടേംസ് ഓഫ് x അല്ല ഇൻ ടേംസ് ഓഫ് y തന്നെയാണ് ആൻസർ കിട്ടിയിരിക്കുന്നത്. സോ നമ്മുടെ ആൻസർ കറക്റ്റ് ആണ്. നിങ്ങൾ ഈ സ്റ്റെപ്പ് ഒന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോകാം. Question number 13. Okay, so y is equal to 3 cos of log x plus 4 sin of log x. Okay, അപ്പോൾ നമ്മൾ ഇവിടെ നോക്കുന്ന സമയത്ത് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത കുറച്ച് ടേംസ് ഒക്കെ കാണാൻ പറ്റുന്നുണ്ട് അല്ലേ. എക്സ് സ്ക്വയർ y2, അതെന്താ y2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല. അപ്പൊ നമ്മൾ dy by dxനെ നമുക്ക് വേറെ എങ്ങനെ എഴുതാന്ന് വെച്ച് കഴിഞ്ഞാൽ f dash of x എന്ന് എഴുതാം. സെയിം ആണ്, f dash of x നിങ്ങൾ കണ്ടാലും അത് dy by dx തന്നെയാണ്. ഓക്കെ, ഇത് തന്നെയാണ് y1 എന്ന് പറഞ്ഞാലും മനസ്സിലായാലും. അതായത് dy by dxനെ എങ്ങനെയൊക്കെ എഴുതാൻ പറ്റും, f dash of x എന്ന് എഴുതാൻ പറ്റും, y1 എന്ന്, അതായത് y താഴെയാണ്. ഓക്കെ, ഇനി അടുത്തത് d സ്ക്വയർ y by dx സ്ക്വയറിനെ എങ്ങനെയൊക്കെ എഴുതാൻ പറ്റും, f ഡബിൾ ഡാഷ് ഓഫ് എക്സും അതുപോലെ y2 എന്ന് എഴുതാൻ പറ്റും. ഇനി പിന്നെ ക്വസ്റ്റ്യൻ കാണാൻ മനസ്സിലായല്ലോ, y2 എന്ന് വെച്ചാൽ എന്താ അർത്ഥം, d സ്ക്വയർ y by dx സ്ക്വയർ ആണ്. y1 എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം, dy by dx ആണ്. ഓക്കെ, y നമ്മൾ y ഇത് തന്നെ, ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 0 ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, നമുക്ക് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് നമ്മുടെ ഞാനത് തുടയ്ക്കാൻ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഇത് ഇപ്പം y ആദ്യം നമ്മൾ എന്താ കാണുന്നത്, dy by dx. dy by dx കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്താണ്, നമുക്ക് നോക്കാം എങ്ങനെയാ വരുന്നത്. അത് നമുക്ക് dy by dx കാണാം. ഓക്കെ, സോ
dy/dx പകരം നമ്മുടെ പുതിയ നമ്മൾ എന്താ പറയുന്നത് y1 നമുക്ക് പറയാം അല്ലേ. സോ ഞാൻ y1 എന്ന് എഴുതാൻ പോവാണ്. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു 3 അതുപോലെ എഴുതി. കോസിന്റെ എന്താണ് മൈനസ് സൈൻ ആണ്, കൂടെ log x ഉണ്ട്. log x നെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 1/x വരും. ഇത് നമ്മൾ പറഞ്ഞിട്ടുള്ളതല്ലേ. ഓക്കെ, ഇനി ഇവിടെ പ്ലസ് 4 സൈനിന്റെ എന്താണ് കോസ് ഓഫ് log x വരും. പിന്നെ log x നെ ചെയ്യുമ്പോൾ ഒരു 1/x വരും. ഓക്കെ, സോ നമുക്ക് ഇതിനൊന്ന് ജസ്റ്റ് അറേഞ്ച് ചെയ്ത് എഴുതിയാലോ. -3 സൈൻ ഓഫ് log x ബൈ എക്സ്. എക്സ് രണ്ടിടത്തും സെയിം ആണല്ലേ, അപ്പൊ പിന്നെ കിടക്കട്ടെ അങ്ങോട്ട്. ഓക്കെ, പ്ലസ് 4 കോസ് ഓഫ് log x. എക്സ് താഴെ വരും കോമൺ ആയിട്ട്. ഓക്കെ, അതാണ് y1. ഓക്കെ, ഇനി നിങ്ങളോട് ഞാൻ പറയാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ കാണുന്ന സമയത്ത് ആരായാലും നമ്മൾ വിചാരിക്കുന്നത് എന്താണ്, ആദ്യം ഞാൻ x² എടുത്തിട്ട് അതായത് d²y/dx² ഞാൻ കാണും. അതാണ് നമ്മുടെ y2. ഓക്കെ, അതായത് ഞാൻ d²y/dx² കണ്ടിട്ട് അത് ഞാൻ x² മൾട്ടിപ്ലൈ ചെയ്തിട്ട് പിന്നെ ഞാൻ എന്തുമായിട്ട് ആഡ് ചെയ്യും, x ഇൻറ്റു ഫസ്റ്റ് ഡെറിവേറ്റീവ് ആയിട്ട് ഞാൻ ആഡ് ചെയ്തിട്ട് പിന്നെ y-യുമായിട്ട് ഞാൻ ആഡ് ചെയ്യുമ്പോൾ എല്ലാം കൂടെ ഞാൻ ആഡ് ചെയ്യുമ്പോൾ എനിക്ക് എന്താണ് 0 കിട്ടും. ഓക്കെ, നമ്മൾ അങ്ങനെ വിചാരിക്കുന്നത്. ഓക്കെ, പക്ഷേ ഇങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമുക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ ചെയ്യുമ്പോൾ തന്നെ കണ്ടോ, നമ്മുടെ y1 തന്നെ നമുക്കൊരു വലിയ ആൻസർ ആണ് കിട്ടിയിരിക്കുന്നത് അല്ലെ. പിന്നെ അതുപോലെ തന്നെ y2 കിട്ടും. പിന്നെ ആ y1 എന്താണ് x-ഉമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം, y2 എന്താണ് വീണ്ടും x² ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം, പിന്നെ നമ്മുടെ ഈ y-യുമായിട്ട് ആഡ് ചെയ്യുമ്പോഴത്തേക്കും അതൊരു വലിയ ആൻസർ ആവും. പക്ഷെ ഇങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമുക്ക് വേറൊരു മെത്തേഡിൽ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ അത് കുറച്ചും കൂടെ സിമ്പിൾ ആയിരിക്കും. നിങ്ങൾക്ക് എന്താണ് ബോർഡ് എക്സാമിന് ടൈം എന്താണ് കുറച്ചും കൂടെ സേവ് ചെയ്യാനും പറ്റും. ഓക്കെ, സോ അപ്പൊ ഞാൻ അതാണ് പറയുന്നത്. ഇപ്പൊ ഞാൻ എന്താണ് ഈ y1നെയും ഈ x-നെയും കൂടെ ഞാൻ അങ്ങ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാണ്. ഓക്കെ, സോ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് എനിക്ക് എന്താണ് x ഇൻറ്റു y1 എന്ന് കിട്ടും. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു -3 സൈൻ ഓഫ് log x പ്ലസ് 4 കോസ് ഓഫ് log x. ഓക്കെ, ഇനി ഞാൻ വീണ്ടും എന്താണ് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പോവാണ്. ഓക്കെ, അതായത് x y1 ആണ്. ഇനി ഞാൻ എന്താണ് ഇവിടെയും ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പോവാണ്, ഇവിടെയും ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പോവാണ്. ഓക്കെ, ഇവിടെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് നമ്മൾ പ്രൊഡക്റ്റ് റൂൾ യൂസ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ്. ഓക്കെ, ഇവിടെ നമുക്ക് y1 ആണ്. y1 എന്ന് വെച്ചാൽ dy/dx ആണ്. സോ dy/dx നെ വീണ്ടും ഡെറിവേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ എഴുതുന്നത് d²y/dx² ആണ്. ആ d²y/dx² നമ്മൾ y2 എഴുതുമല്ലോ. സോ നമുക്ക് എന്താണ് y2 എഴുതിക്കൂടെ ഇവിടെ. ഓക്കെ, പ്ലസ് y1 ഇൻറ്റു എന്താണ് 1 ആണ്. d/dx ഓഫ് x ദാറ്റ് ഈസ് ഈക്വൽ ടു 1 only. ഓക്കെ, സോ മനസ്സിലായില്ല എങ്ങനെയാണ് y2 വന്നത്. ഓൾറെഡി എന്താണ് y1 ഉണ്ട്, അതിനെ ഒന്നും കൂടെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് y2 ആണ് കിട്ടുന്നത്. ഓക്കെ, സോ നമ്മൾ എന്താണ് y2 എഴുതി. പ്രൊഡക്റ്റ് റൂൾ ആണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു ഇനി ഇവിടെ നമ്മൾ എന്താണ് വീണ്ടും ഡിഫറൻഷിയേറ്റ് ചെയ്യാം. -3 സൈനിന്റെ എന്താണ് കോസ് ഓഫ് log x ആണ് ഇൻറ്റു log x ന്റെ 1/x അതുപോലെ എഴുതി. ഇനി പ്ലസ് 4 ഇൻറ്റു കോസിൻ്റെത് മൈനസ് സൈൻ ആണ്. മൈനസ് അപ്പൊ ഞാനൊരു കാര്യം ചെയ്യും, ഇവിടെ മൈനസ് ആക്കിയേക്കാം വെറുതെ. ഓക്കെ, -4 അവിടെ കിടക്കട്ടെ. സൈൻ ഓഫ് log x ഇൻറ്റു 1/x. ഓക്കെ, അപ്പൊ ഇതാണ് നമുക്ക് കിട്ടിയത്. ഇവിടെ നമുക്ക് എന്താണ് ഒരു താഴെ എന്താണ് ഫുള്ള് നമുക്ക് x ഉണ്ട് അല്ലെ. ഇതിന്റെ ഈ ടേമിൽ താഴെ എന്താണ് x ഉണ്ട്, ഈ ടേമിന്റെ താഴെ എന്താണ് x ഉണ്ട്. സോ നമുക്ക് എന്താണ് x എന്താണ് കോമൺ ആയിട്ട് ഒരു x എഴുതിയാൽ പോരെ. അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ഒരു x ആയിട്ട് എഴുതി. ഓക്കെ, മനസ്സിലായല്ലോ. നമ്മുടെ എന്താണ് ഇവിടെ x ഉണ്ട്, ഇവിടെ x ഉണ്ട്. സോ എന്താണ് LC എടുക്കുമ്പോൾ എന്താണ് നമുക്ക് x താഴെയായിട്ട് നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, ഇനിയും നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് നോക്കുക. ഇത്രയും നമ്മൾ ചെയ്തു. നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് നോക്കുന്ന സമയത്ത് നമുക്ക് എന്താണ് x²y2 എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് എന്താണ് xy2 ഉണ്ട്, ഒരു എക്സിന്റെ കുറവിടുണ്ട് അല്ലെ. അതുപോലെ തന്നെ y1ന്റെ കൂടെയും ഒരു x മൾട്ടിപ്ലൈ ചെയ്ത് വരണം. ഓക്കെ, അതിനെന്താ ഒരു മാർഗം, ഈ എക്സിനെ ഇങ്ങോട്ട് എടുത്താൽ മാത്രമേ നമുക്ക് എന്താണ് വേറെ പ്രശ്നമൊന്നുമില്ല. നമുക്ക് വേറെ എക്സ് പ്രത്യേകം മൾട്ടിപ്ലൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ഇവിടെ എക്സ് കിടപ്പുണ്ട്. സോ നമുക്ക് എന്താണ് ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ, അതായത്
ഈ എക്സിനെ ഇങ്ങോട്ട് കൊണ്ടുവരികയാണ്. നമുക്ക് ഈ എക്സിനെ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ എന്ത് വരും? ഇവിടെ എന്ത് വരും? എക്സ് സ്ക്വയർ വരും ബൈ 2. ഓക്കെ, പ്ലസ് ഇവിടെ എന്ത് വരും? എക്സ് y1 is equal to. ഓക്കെ, ഇനി നമുക്ക് ഇപ്പൊ ഇവിടെ ഈ രണ്ട് ഭാഗവും ഓക്കെ ആയി. ഈ ഒരു പ്ലസ് വൈ എന്നു, അതായത് ഈ ഒരു ടേമും കൂടെ വരണം. ഓക്കെ, അത് നമുക്ക് നോക്കാം. ഇപ്പൊ ബാക്കി എന്തുകൊണ്ട് ഇവിടെ നമ്മൾ അത് അതുപോലെ എഴുതി. -3 cos of log x -4 sin of log x. ഇവിടെ എന്താണ്? നമുക്കൊരു മൈനസ് കോമൺ എടുക്കാമല്ലോ. മൈനസ് കോമൺ എടുക്കുന്ന സമയത്ത് ഇവിടെ പ്ലസ് ആവും. മൈനസ് ഞാൻ കോമൺ എടുത്തു. ഇതിനെ ഞാൻ ഇപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പൊ ഈ മൈനസ് എന്താവും? പ്ലസ് ആവത്തില്ല. ഞാൻ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുവന്നു. അപ്പൊ ഈ മൈനസ് എന്താണ്? പ്ലസ് ആവും. ഇവിടെ എന്താവും? ഈക്വൽ ടു 0 എന്ന് വന്നു. എന്തിനാ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? ഞാൻ നോക്കുന്ന സമയത്ത് ഇതെന്റെ ക്വസ്റ്റ്യൻ ആണ് അല്ലെ. 3 cos log x + 4 sin log x. ഇതിന് വരെ എനിക്ക് എന്ത് എഴുതാൻ പറ്റും? ഇതിന് വരെ എനിക്ക് y എന്ന് എഴുതാമല്ലോ. ഓക്കെ, അപ്പൊ എന്താണ്? എനിക്ക് ഈ പറഞ്ഞിരിക്കുന്നത് ഫുള്ള് കിട്ടി. ഓക്കെ, അപ്പൊ എന്താണ്? x² by 2 + xy1 പ്ലസ് നിങ്ങൾ എന്താണ് ജസ്റ്റ് y എന്ന് നമ്മളൊന്ന് എഴുതി വെച്ചിരിക്കാം. ഓക്കെ, പ്ലസ് y is equal to 0. ഇതല്ല നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. നമ്മൾ പ്രൂവ് ചെയ്തു. ഹെൻസ് പ്രൂവ്ഡ്. ഓക്കെ, സോ നിങ്ങൾ ഇത് എളുപ്പമാണ്. നിങ്ങൾക്ക് എന്താണ് ജസ്റ്റ് നിങ്ങൾ ആലോചിക്കുക, അടുത്ത സ്റ്റെപ്പ് എന്ത് വരും എന്ന് ആലോചിച്ചിട്ട് ചെയ്താൽ മതി. സോ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സിമ്പിൾ ആയിട്ട് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 14. y is equal to a e raised to mx plus b e raised to mx. Show that d square y by dx square minus m plus n into dy by dx plus m n y is equal to 0. Okay, so നമുക്ക് ആദ്യം എന്താണ്? dy by dx കാണാം, d square y by dx square കാണാം. ഓക്കെ, എന്നിട്ട് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമുക്ക് ആൻസർ 0 വരുമോ നോക്കാം. ഓക്കെ, സോ ഫസ്റ്റ് എന്താണ്? നമ്മൾ dy by dx കാണുകയാണ്. ഈക്വൽ ടു a into e raised to mx ന്റെ e raised to mx തന്നെ. ഇവിടെ എന്താണ്? mx നെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഒരു m വരത്തില്ലേ, അപ്പൊ m പ്ലസ് b e raised to nx ന്റെ e raised to nx തന്നെ ഒരു n വരും. ഓക്കെ, ഇനി എന്താണ്? d square y by dx square എന്ന് പറയുമ്പോൾ a ഉണ്ട്, m ഉണ്ട് ഇവിടെ ഓൾറെഡി. ഇനി e raised to mx ന്റെ e raised to mx ന്റെ വീണ്ടും ഒരു m വരും. അപ്പൊ എന്താണ്? 2m ആകുമ്പോൾ അവിടെ m² എന്ന് എഴുതാം അല്ലെ. പ്ലസ് b ഉണ്ട്, n ഉണ്ട്, e raised to nx ന്റെ e raised to nx ന്റെ വീണ്ടും ഒരു n വരും. സോ n². നമുക്ക് ഇത് രണ്ടും എന്താണ്? ഇതിന്റെ ഉള്ളിൽ ഇട്ട് കൊടുക്കാം. ഓക്കെ, ആദ്യം എന്താണ്? d square y by dx square. d square y by dx square എന്ന് പറഞ്ഞാൽ ഇത്രയും ടേം അല്ലെ. അത്രയും ടേം എന്ന് പറയുമ്പോൾ ഞാൻ ഇവിടെ നിന്ന് കുറച്ച് ഇങ്ങോട്ട് എഴുതുകയാണ്. കാരണം എന്താണ്? എനിക്ക് സ്പേസ് ഇല്ല. ഓക്കെ, ഫസ്റ്റ് am², അത് am² e raised to mx plus bn² e raised to nx. അതിന്റെ കാര്യം കഴിഞ്ഞു. മൈനസ് m plus n into dy by dx. dy by dx എന്ന് പറഞ്ഞാൽ ഇത് അല്ലെ. a e raised to mx into m plus b e raised to nx into n. Okay, plus mn y plus mn into y എന്ന് പറഞ്ഞാൽ ഇതാണ് അല്ലെ. ഇപ്പൊ ഒരു ബ്രാക്കറ്റ് കൊടുക്കാം. a e raised to mx plus b e raised to nx. ഇനി നമ്മൾ എന്താണ്? ഇതിനെ എക്സ്പാൻഡ് ചെയ്യാൻ പോവാണ്. എക്സ്പാൻഡ് ചെയ്തിട്ട് ഫുൾ കട്ട് ചെയ്ത് പോകും. ഓക്കെ, നമ്മുടെ ആൻസർ എന്താണ്? 0 ആയിട്ട് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിനെ എക്സ്പാൻഡ് ചെയ്യാം. am² e raised to mx plus bn² e raised to nx മൈനസ് ഇവിടെ കിടക്കട്ടെ. ഈ m കൊണ്ടിട്ട് ഞാൻ ആദ്യം എന്താണ്? ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാണ്, ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാണ്. പിന്നെ n കൊണ്ടിട്ട് ഞാൻ ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാണ്, ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാണ്. ഓക്കെ, ആദ്യം ഞാൻ m യൂസ് ചെയ്യാൻ പോവാണ്. am ഒരു ഓൾറെഡി ഒരു m ഉണ്ട്. സോ am² e raised to mx
പ്ലസ് ബി എൻ ഉണ്ട്, എം എഴുതി, ഇ റേസ് ടു എൻ എക്സ്. ഓക്കെ അല്ലേ? ഇനി n കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പോകുന്ന സമയത്ത് പ്ലസ് എ എം എൻ ഇ റേസ് ടു എം എക്സ്. നിങ്ങളൊന്നും മിസ്സാക്കല്ലേ, കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ് ഇവിടെ നിന്ന് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാൻ. ഇനി n കൊണ്ടിട്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് പ്ലസ് ബി എൻ സ്ക്വയർ ഇ റേസ് ടു എൻ എക്സ്. കഴിഞ്ഞു. ഇനി എം എൻ കൊണ്ട് ഇത് അകത്തെ മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും. എ പ്ലസ് എ ഇ റേസ് ടു എം എക്സ് എം എൻ പ്ലസ് ബി ഇ റേസ് ടു എൻ എക്സ് എം എൻ. ഓക്കെ, ഇനി നമ്മൾ എന്താണ് കട്ട് ചെയ്യാൻ വല്ലതും ഉണ്ടോ എന്ന് നോക്കാം അല്ലേ? കട്ട് ചെയ്യാൻ ഉണ്ടാവും. ഇനി നമ്മൾ എന്താണ്, നമുക്ക് ഇതും ഈ മൈനസ് എന്താണ് ഫുൾ ഉള്ളിലേക്ക് പോകും അല്ലേ? അതായത് ഈ മൈനസ് ഫുൾ ഉള്ളിലേക്ക് പോകുമ്പോൾ ഇത് മൈനസ്, ഇതെന്താണ്, ഇത് മൈനസ്, ഇതും മൈനസ്, ഇതും മൈനസ്, ബ്രാക്കറ്റിന് വേണ്ട. ഓക്കെ, ഇനി നമ്മൾ ഇത് നോക്കാം. എ എം സ്ക്വയർ ഇ റേസ് ടു എം എക്സും ഇതും എ എം സ്ക്വയർ ഇ റേസ് ടു എം എക്സ് ആണ്, ക്യാൻസൽ ആയി പോയി. ഇനി ബി എൻ സ്ക്വയർ ഇ റേസ് ടു എൻ എക്സ് എവിടെയാണ്? ദാ ഇവിടെ കിടപ്പുണ്ട്. ഇതും ഇതും കൂടെ ക്യാൻസൽ ചെയ്തു. ഇനി അടുത്തത് ബി എൻ എം ഇ റേസ് ടു എൻ എക്സ് എന്തേ? ബി എൻ എം ദേ ഇത് മൈനസ്, ഇത് പ്ലസ് ആണ് അല്ലെ? ബി എം എൻ ഇ റേസ് ടു എം എക്സ് പോയി. ഇനി ബാക്കി എന്തുണ്ട്? ഇത് ക്യാൻസൽ ആയി പോയി. അപ്പൊ നമ്മുടെ ആൻസർ എന്താണ്? 0. ഞാൻ പറയേണ്ട ആവശ്യമില്ല, ഇത് ക്യാൻസൽ ആയി പോയില്ലെങ്കിൽ നിങ്ങൾ ഇസ് ഈക്വൽ ടു, കാരണം നമ്മുടെ ക്വസ്റ്റ്യൻ നമുക്ക് തന്നിട്ടുണ്ട് ഈക്വൽ ടു 0 ആണെന്ന് പ്രൂവ് ചെയ്യണം അല്ലേ? സോ ഇത് ക്യാൻസൽ ആയി പോയില്ലെങ്കിൽ നിങ്ങൾ എന്തായാലും ആൻസർ അഡ്ജസ്റ്റ് ചെയ്യല്ലേ? അപ്പൊ എന്താണ്, അഡ്ജസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ എന്താണ് കറക്റ്റ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ കറക്റ്റ് ആയിട്ട് കിട്ടും. ഓക്കെ, സോ നമുക്ക് എന്താണ് നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 15. Question number 15. Okay, y is equal to 500 e raised to 7x plus 600 e raised to minus 7x. Show that d square y by dx square is equal to 49y. Question കണ്ട് പേടിക്കേണ്ട, ആൻസർ എളുപ്പമായിട്ട് കിട്ടും. ഓക്കെ, അപ്പൊ നമ്മൾ എന്താണ് dy by dx കാണുന്നു, d square y by dx square കാണുന്നു. ഓക്കെ, അതിന് നമുക്ക് dy by dx കാണാം. dy by dx is equal to 500 ഉണ്ട്, e raised to 7x ന്റെ e raised to 7x തന്നെ ഒരു 7 കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് വരും. ഓക്കെ, സോ പ്ലസ് 600 e raised to minus 7x ന്റെ e raised to minus 7x തന്നെ ഒരു മൈനസ് 7 കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് വരും. ഓക്കെ, രണ്ടിടത്തും എന്താണ്, ഒരു 7 ഉണ്ട്. അപ്പൊ 7 നമുക്ക് പുറത്തെടുക്കാം. 500 e raised to 7x minus 600 e raised to minus 7x വന്നു. ഇനി നമ്മൾ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ചെയ്യാണ്. ഓക്കെ, സോ 7 പുറത്തുണ്ട്, അത് അതുപോലെ എഴുതാം. 500 ഇ റേസ് ടു 7x ഇ റേസ് ടു 7x തന്നെ, പിന്നെ 7 മനസ്സിലായില്ലേ? നമ്മൾ വീണ്ടും ഡിഫറൻഷിയേറ്റ് ചെയ്യാം അല്ലേ? 7x 7 തന്നെ. ഇനി മൈനസ് 600 ഇ റേസ് ടു മൈനസ് 7x ഇ റേസ് ടു മൈനസ് 7x തന്നെ ഒരു മൈനസ് 7 കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് വരും. ഓക്കെ, സോ ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇവിടെ ഉണ്ട് 7. അപ്പൊ നമ്മൾ എന്താണ് വീണ്ടും ഒരു 7 കൂടെ പുറത്തെടുത്തപ്പം 7 into 7 ദാറ്റ് ഈസ് 49 എന്ന് വന്നു. ഓക്കെ, ബാക്കി എന്തുകൊണ്ട് 500 e raised to 7x പ്ലസ് അല്ലേ? പ്ലസ്, കാരണം എന്താണ് ഇവിടെ ഒരു മൈനസ് ഉണ്ട്, ഓൾറെഡി ഒരു മൈനസും കൂടെ ഉണ്ട്. ഓക്കെ, സോ മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് 600 e raised to minus 7x. ഓക്കെ, 49 ഉണ്ട്. ഇത് y ആണോ നോക്കിയാൽ പോരെ? ഇത് y തന്നെയാണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 49. അപ്പം ഇത് നിങ്ങളൊന്ന് ജസ്റ്റ് y എന്ന് എഴുതുക. ഓക്കെ, അപ്പൊ എന്താണ് 49y കിട്ടി നമ്മുടെ ആൻസർ. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, സോ ഇതാണ് ഇ റേസ് ടു y ഇൻറ്റു x plus 1 is equal to y. Show that d square y by dx square എന്ന് വെച്ച് കഴിഞ്ഞാൽ dy by dx കണ്ടിട്ട് അതിനെ സ്ക്വയർ ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ ആവണം d square y by dx square എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഓക്കെ, നോക്കാം. അതിനുവേണ്ടി നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? dy by dx കാണണം, പിന്നെ d square y by dx square കാണണം. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ എങ്ങനെ വരും? നമ്മൾ ഇത് ഈ ക്വസ്റ്റ്യന്റെ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടതാണ് പ്രോഡക്റ്റ് റൂൾ ആണ്. അതായത് LHS നമ്മൾ യൂസ് ചെയ്യേണ്ടത് പ്രോഡക്റ്റ് റൂൾ ആണ് അല്ലെ?
വേറൊരു രീതിയിലുണ്ട്, പക്ഷേ അത് വെറുതെ കൺഫ്യൂഷൻ ആക്കണ്ട. ലോഗ് എടുത്തിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു ടൈപ്പാണ്. നമുക്ക് എന്താണ് ഡയറക്റ്റ് തന്നെ ചെയ്തു പോവാം. ഓക്കെ, സോ ഫസ്റ്റ് പ്രോഡക്റ്റ് റൂൾ യൂസ് ചെയ്യാണ്. ഫസ്റ്റ് e raised to y into ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ്. ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് എന്ന് പറഞ്ഞാൽ d by dx of x plus 1 പ്ലസ് സെക്കൻഡ് ഇൻറ്റു എക്സ് പ്ലസ് 1 ആണ് സെക്കൻഡ് ഇൻറ്റു d by dx of e raised to y. ഓക്കെ, ഇനി എന്താണ് നമ്മൾ ചെയ്യുന്നത്? e raised to y into d by dx of x plus 1 എന്ന് പറയുമ്പോൾ d by dx of ഇത് പ്ലസ് d by dx of ഇത്. So d by dx of x എന്ന് പറഞ്ഞാൽ 1 ആണ്, മറ്റേത് 0 ആണ്. So our answer is 1. Okay, plus x plus 1 into d by dx of e raised to y. e raised to y എന്താണ്? e raised to y തന്നെയാണ്, പക്ഷെ ഇവിടെ y ആയതുകൊണ്ട് നമ്മൾ ഒരു dy by dx കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ അല്ലേ? സോ നമ്മൾ അങ്ങനെ ചെയ്തു. ഇനി നമുക്ക് ഇവിടെ നിന്ന് എന്താണ്? ഓക്കെ, നമ്മുടെ റൈറ്റ് ഹാൻഡ് സൈഡ് ഇസ് ഈക്വൽ ടു 1 എന്നാണ് അല്ലേ? സോ ഇസ് ഈക്വൽ ടു ഡിഫറൻഷിയേറ്റ് ഇസ് ഈക്വൽ ടു 0. ഓക്കെ, ഇനി നമുക്ക് എന്താണ്? ഇത് ഞാൻ മറന്നുപോയതാണ്, നിങ്ങൾക്ക് മനസ്സിലായി. ഞാൻ ഇസ് ഈക്വൽ ടു 1 എന്നുള്ളത് എഴുതാൻ ഞാൻ മറന്നുപോയതാണ്. ഓക്കെ, സോ സാധാ ക്വസ്റ്റനിൽ ചിലപ്പോൾ നമ്മൾ എന്താണ് ഇസ് ഈക്വൽ ടു y നമ്മൾ തന്നെ എടുക്കുകയാണ്. ചില ക്വസ്റ്റനിൽ നമുക്ക് രണ്ട് സൈഡും തന്നിട്ടുണ്ടാവും. ഓക്കെ, രണ്ട് സൈഡും തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ രണ്ട് സൈഡും എന്താണ് ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പൊ ഞാനിത് ഇസ് ഈക്വൽ ടു 1 ആണ്, അതായത് ഇവിടെ 1 വരത്തില്ല, d by dx of 1 that is 0 only. ഓക്കെ, ഇനി എന്താണ്? ഇവിടെ നമുക്ക് dy by dx കണ്ടുകൂടെ? ഓക്കെ, അപ്പൊ ഇവിടെ എങ്ങനെയാണ് dy by dx കാണുന്നത്? ആദ്യം നമ്മൾ x plus 1 into e raised to y into dy by dx എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടേമിനെ നമ്മൾ റൈറ്റ് ഹാൻഡ്സിലേക്ക് കൊണ്ടുവരുമ്പോൾ മൈനസ് e raised to y എന്നാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, സോ ഇവിടെ നമുക്ക് എന്താണ്? therefore dy by dx is equal to minus e raised to y divided by ഇത്രയും ടേംസ് അല്ലേ? അതായത് x plus 1 into e raised to y. e raised to y ക്യാൻസൽ ചെയ്ത് നമ്മുടെ ആൻസർ മൈനസ് 1 by x plus 1 എന്നാണ്. ഓക്കെ, ഇനി നമുക്ക് d square y by dx square കണ്ടു നോക്കാം. ഓക്കെ, സോ d square y by dx square എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോട്ടെ, d square y by dx square എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ വീണ്ടും നമ്മൾ ഡെറിവേറ്റീവ് എടുക്കുക അല്ലെ? അപ്പൊ ഡിനോമിനേറ്റർ സ്ക്വയർ അപ്പോൾ ഡിനോമിനേറ്റർ എന്താണ്? x plus 1. സോ ഡിനോമിനേറ്റർ സ്ക്വയർ അപ്പോൾ ഡിനോമിനേറ്റർ ഇൻറ്റു ഡിനോമിനേറ്റർ എന്താണ്? x plus 1 ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ കോൺസ്റ്റന്റ് ആണ്, മൈനസ് 1 ആണ്, ദാറ്റ് ഇസ് 0. ഓക്കെ, മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു ന്യൂമറേറ്റർ ഇസ് മൈനസ് 1. സോ ഇവിടെ ഒരു മൈനസ് ഉണ്ട്, സോ അത് പ്ലസ് ആവും. സോ 1 ഇൻറ്റു d by dx ഓഫ് x plus 1. ഓക്കെ, സോ 1 into d by dx of x plus 1 എന്ന് പറഞ്ഞാൽ ആൻസർ എന്താണ്? 1 ആണ് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ. സോ ആ 1 അതുപോലെ നിൽക്കും, ഡിവൈഡ് ബൈ x plus 1 the whole square. ഓക്കെ അല്ലേ? സോ നിങ്ങൾ ആലോചിച്ച് ഇതിനെ സ്ക്വയർ ചെയ്യാൻ നമുക്ക് ഇതല്ലേ കിട്ടുന്നത് അല്ലേ? അതായത് ഇതിനെ സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ ഈ മൈനസ് അങ്ങ് പോകും, ദാറ്റ് ഇസ് 1 by x plus 1 the whole square. സോ നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റില്ല. സോ d square y by dx square ആണിത്. ഓക്കെ, therefore എന്താണ്? d square y by dx square എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ dy by dx നെ dy by dx the whole square ആണ്, hence proved. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 17. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 17 എന്താണ്? y is equal to tan inverse x the whole square ആണ്. ഇനി നമുക്ക് ഷോ ദാറ്റ് എന്താണ്? നമുക്ക് വലിയ സംഭവമാണ്. അപ്പൊ ഞാൻ കഴിഞ്ഞ വീഡിയോയില്, അതായത് ഫസ്റ്റ് കുറച്ച് ക്വസ്റ്റ്യനിൽ ഇടയ്ക്ക് ഒരു ക്വസ്റ്റ്യനിൽ ഇങ്ങനെ വന്നിട്ടില്ലായിരുന്നു. അപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ല നിങ്ങൾക്ക് എളുപ്പം ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു മെത്തേഡ് പറഞ്ഞു തന്നില്ലായിരുന്നു. സോ നമ്മൾ ആ മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇത് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ എന്താണ്? ഫസ്റ്റ് ഞാൻ എന്താണ് y1 കാണാൻ പോവാണ്. ഓക്കെ, y1 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പോവാണ്. പവറിൽ നിന്ന് തുടങ്ങുക. സോ 2 tan inverse x into tan inverse x എന്താണ്? 1 by 1 plus x square അല്ലേ? 1 by 1 plus x square. ഓക്കെ, സോ ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് 1 plus x square പലതിന്റെയും കൂടെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് വന്നിട്ടുണ്ട്. സോ 1 plus x square ഞാൻ എന്താണ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാണ്. ഓക്കെ, ഇതിന്റെ കൂടെ ദാറ്റ് ഇസ് 1 plus x square into y1 is equal to 2 tan inverse x എന്ന് കിട്ടി.
ഓക്കെ അല്ലേ? ഇനി നമ്മളിവിടെ നമ്മൾ അവിടെ ചെയ്തപോലെ കഴിഞ്ഞ ക്വസ്റ്റിനിൽ ചെയ്തപോലെ നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും റൈറ്റ് ഹാൻഡ് സൈഡിലും നമ്മൾ എന്താണ് ഡെറിവേറ്റീവ് എടുക്കുകയാണ്. ഓക്കെ, സോ ഫസ്റ്റ് നമ്മൾ ഇവിടെ എടുക്കുന്ന സമയത്ത് ഫസ്റ്റ് പ്രൊഡക്റ്റ് റൂൾ ആണ്. ഫസ്റ്റ് ഇൻ ടു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് y1 ആണ്. സോ അതിനെ വീണ്ടും ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ നമുക്ക് y2 കിട്ടും. ഓക്കെ, y2 പ്ലസ് സെക്കൻഡ് ഇൻ ടു d by dx ഓഫ് 1 plus x square അല്ലെ, അതായത് d by dx ഓഫ് 1 plus x square എന്ന് പറയുമ്പോൾ d by dx of 1 that is 0 plus d by dx of x square is 2x. Okay, അപ്പോൾ നമുക്ക് ആൻസർ 2x എന്ന് കിട്ടും. So 2x that is equal to 2 into tan inverse x ന്റെ എന്താണ് വീണ്ടും 1 by 1 plus x square വന്നു. ഓക്കെ അല്ലേ? സോ നമുക്ക് എന്താണ് ഈ റൈറ്റ് ഹാൻഡ് സൈഡിൽ 2 മാത്രമേ വരാവുള്ളൂ. സോ ഇവിടെ നമുക്ക് 1 plus x square ഉണ്ട്. സോ അത് നമുക്ക് എന്താണ് ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അത് മാത്രമല്ല ഇവിടെ 1 plus x square സ്ക്വയറും വേണം, ഇവിടെ ഒരു 1 plus x square വേണം 2x കൂടെ y1. കറക്റ്റ് ആയി അല്ലേ? ഓക്കെ ആയി. ഓക്കെ, സോ എന്താണ് ഞാൻ എന്താണ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാണ് 1 plus x square. സോ നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ ബുക്കിൽ നോട്ട് ചെയ്യുക, ഞാനിവിടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. ഓക്കെ, സോ എന്താണ് 1 plus x square ഇങ്ങോട്ട് പോകുമ്പോൾ ഇവിടെ 1 plus x square ഓൾറെഡി ഉണ്ട്. സോ 1 plus x square ദി ഹോൾ സ്ക്വയർ. ഓക്കെ, ഇൻറ്റു y2 പ്ലസ് ഇവിടെ എന്താണ് നമുക്ക് 2x ഉണ്ട്, 1 plus x square ഉണ്ട്, ഇൻറ്റു y1 that is equal to 2. ഇതല്ല നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. കിട്ടി. സോ ഇതാണ് നമ്മുടെ ഹെൻസ് പ്രൂവ്ഡ്. ഓക്കെ, ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ. So students, if you like my videos, please like, share and subscribe my channel. Thank you so much.